സോ ഡിസിയുടെ ഏറ്റവും പുതിയ സീരീസ് ആയിട്ടുള്ള ദ പെൻകിൻ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് എൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ അഭിപ്രായങ്ങളാണ് ഞാൻ നിങ്ങളായിട്ട് ഇന്നിവിടെ പങ്കുവയ്ക്കാൻ പോകുന്നത്. അതായത് ഈ സീരീസ് എങ്ങനെയുണ്ട്, നിങ്ങൾ ഓരോരുത്തരും പ്രതീക്ഷിച്ച പോലെ ഈ സീരീസിനകത്ത് നമ്മുടെ റോബർട്ട് പാറ്റിസന്റെ വേർഷൻ ഓഫ് ബാറ്റ്മാൻ ഇതിനകത്ത് തിരിച്ചു വരുമോ എന്നുള്ള പല കാര്യങ്ങളുടെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നിവിടെ ആൻസർ ചെയ്യാൻ പോകുന്നത്. കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ ഞാൻ ആരുടെയും സമയമൊന്നും ഞാൻ വേസ്റ്റ് ചെയ്തില്ല. അപ്പം നമുക്ക് തുടങ്ങാം. സോ തന്നെ ഒരു കാര്യം പറയാം, ഇത് സത്യം പറഞ്ഞ ഒരു ഗാങ്സ്റ്റർ ടൈപ്പ് സീരീസ് തന്നെയാണ്. ആ ഒരു ജോൺറ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളെ എക്സൈറ്റിംഗ് ചെയ്യിക്കാൻ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജസ്റ്റ് ഒരു സൂപ്പർ ഹീറോ സീരീസ് എന്ന് വിചാരിച്ച് നിങ്ങൾ ആക്ച്വലി ഇതിനെ തള്ളിക്കളയരുത്. കാരണം സത്യം പറഞ്ഞ ഇതൊരു സൂപ്പർ ഹീറോ സീരീസ് അല്ല. ഇത് DC യൂണിവേഴ്സിലുള്ളത് തന്നെയാണെങ്കിൽ ഒരു കോമിക് ബുക്ക് ക്യാരക്ടറിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സീരീസ് ആണെങ്കിലും ഇത് കുറച്ചും കൂടി കൂടുതൽ ഞാൻ ക്ലിയർ ആയിട്ട് പറയുവാണെങ്കിൽ ഇതൊരു ഗാങ്സ്റ്റർ സീരീസ് തന്നെയാണ്. ഇനി സ്പോയിലർ ഫ്രീ ആയിട്ട് നമ്മൾ ഇതിന്റെ സിനോപ്സിസിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ, മാറ്റ് റീവ്സിന്റെ ഈ ഇറങ്ങിയിട്ടുണ്ടായിരുന്ന ബാറ്റ്മാൻ സിനിമ എവിടെയാണോ അവസാനിച്ചത് അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ തന്നെയാണ്. കാരണം റിഡ്ലറിന്റെ ആ കാര്യങ്ങളെല്ലാം കൊണ്ട് തന്നെ കറന്റ്ലി ഈ ഗോതം സിറ്റിയിൽ ഒരു പവർ സ്ട്രഗിൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പല ഗാങ്സ് അത് ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട്. അവിടെയാണ് നമ്മുടെ ക്യാരക്ടർ ആയിട്ടുള്ളത് പെൻഗിനെ നമുക്ക് കാണാനും സാധിച്ചിട്ടുള്ളത് തന്നെ. ആൻഡ് ഒരു കാര്യം കൂടി ക്ലിയർ ആയിട്ട് പറയാം, പെൻഗിൻ എന്ന് പറഞ്ഞ ആ ഒരു ക്യാരക്ടറിന്റെ കുറച്ചും കൂടി എന്താ പറഞ്ഞാൽ ആ ഒരു ക്യാരക്ടർ ആർക്കും കൂടി അവർക്ക് ഇതിനകത്ത് ബിൽഡ് ചെയ്തെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ അത്രയും ഫെമിലിയർ അല്ല ബാറ്റ്മാൻ്റെ ഈ ഒരു വൺ ഓഫ് ദ ഒരു ഗ്രേറ്റസ്റ്റ് വില്ലൻ ആണെങ്കിൽ തന്നെയും എങ്ങനെയാണ് ഈ ഒരു വില്ലനെ ഇത്രയും വലിയൊരു ഗാങ്സ്റ്റർ ആക്കുന്നത് അതും കൂടി സത്യം ഈ ഒരു സീരീസ് കാണിച്ചു തരാൻ എന്താണെങ്കിലും ശ്രമിച്ചിട്ടുള്ളത് തന്നെയാണ്. സോ ഞാൻ ഇത്രേ പറയുള്ളൂ. ജസ്റ്റ് ഒരു DC അല്ലെങ്കിൽ ഒരു സൂപ്പർ ഹീറോ എന്ന് വിചാരിച്ച് നിങ്ങൾ തള്ളിക്കളയരുത്. നിങ്ങൾക്ക് സത്യം ഒരു ഗാങ്സ്റ്റർ സീരീസ് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എന്തായാലും കാണേണ്ട ഒരു സീരീസ് ആയിട്ട് തന്നെയാണ് ഇതിന്റെ ഫസ്റ്റ് എപ്പിസോഡ് കണ്ടപ്പോൾ എനിക്ക് പേഴ്സണലി തോന്നിയത്. പിന്നീട് ഈ ഒരു സീരീസിനെ പ്രത്യേകതയാക്കുന്ന മറ്റൊരു വലിയൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ അത് കോളിൻ ഫാരൽ തന്നെയാണ്. കാരണം എത്രയും കിഡിലനായിട്ടുള്ളൊരു ആക്ടറാണ് അദ്ദേഹം എന്നുള്ളൊരു കാര്യം നമ്മൾ ബാറ്റ്മാൻ്റെ സിനിമയിലും പുള്ളിക്കാരൻ്റെ പല സിനിമകളിലും കൂടിയെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളത് തന്നെയാണ്. പക്ഷേ ഇതിനകത്ത് എടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ ബാറ്റ്മാൻ സിനിമ റിവ്യൂ ചെയ്തപ്പോൾ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. പുള്ളിക്കാരൻ ആ ഒരു മേക്കപ്പിന് എടുത്തിട്ടുള്ള സമയം അതൊരു ഓസ്കർ വർത്തി ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ട്രാൻസ്ഫോർമേഷൻ തന്നെയാണ്. കാരണം നമുക്ക് ഒരിക്കലും മനസ്സിലാകാൻ പറ്റില്ല ഇങ്ങനെ ഇരിക്കുന്ന ഒരാൾ ഇങ്ങനെ ആവും എന്നുള്ളൊരു സംഭവം തന്നെ. ആൻഡ് അത് ഒരിക്കൽ കൂടി നമുക്ക് ഈ ഒരു സീരീസിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് മേക്കപ്പ് ടീമിൻ്റെയും ഒരു വിജയം കൂടി തന്നെയാണ്. ആൻഡ് അത് കൂടാതെ തന്നെ ജസ്റ്റ് മേക്കപ്പ് മാത്രം കൊണ്ടൊരു സീരീസിനെ നല്ലൊരു സീരീസ് ആക്കില്ലല്ലോ. ആ ഒരു ആക്ടറിൻ്റെ പെർഫോമൻസ് ഒന്നും എനിക്ക് പറയാനില്ല. ഒരു എന്താ പറയുക, ഒരു ഗാങ്സ്റ്റർ, ഒരു മാഫിയ ബോസ് എങ്ങനെയായിരിക്കണം അത് നമുക്ക് ഈ ഒരു സീരീസിൽ നോക്കിയാൽ പെൻഗിൻ്റെ ക്യാരക്ടറിൽ കൂടി നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് അത് തന്നെയാണ് ഈ ഒരു സീരീസിന്റെ ഏറ്റവും വലിയ വിജയമായിട്ടും എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ അതിന്റെ കൂടെ എടുത്തു പറയേണ്ടത് തന്നെയാണ് ഈ ഒരു സീരീസിന് അവർ കൊടുത്തിട്ടുള്ള അറ്റ്ലീസ്റ്റ് ആദ്യത്തെ എപ്പിസോഡിന് കൊടുത്തിട്ടുള്ള സ്ക്രിപ്റ്റ് ഒരു രക്ഷയില്ല. ഇത്രയും കിഡിലനായിട്ടുള്ളൊരു വെൽ റിട്ടൺ ആയിട്ടുള്ള സ്ക്രിപ്റ്റ് അടുത്തെങ്ങും ഒരു TV സീരീസിൽ ഞാൻ കണ്ടിട്ടില്ല. സോ ആ ഒരു സ്ക്രിപ്റ്റിന്റെ കാര്യത്തിലും ഡയലോഗ് ഡെലിവറിയും ആ ഒരു പ്ലോട്ട് അവർ കൊണ്ടുവന്നതും അതെല്ലാം സത്യം പറഞ്ഞാൽ 10 ഔട്ട് ഓഫ് 10 തന്നെയാണ്. ചെറിയൊരു കമ്പാരിസൺ ഞാൻ പറയുകയാണെങ്കിൽ, അടുത്തിടെ ആഗത എന്ന് പറഞ്ഞ മാർവലിന്റെ സീരീസ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ആഗത വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഒരു സ്ട്രോങ്ങർ ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് തന്നെയാണ് ദ പെൻകിൻ എന്ന് പറഞ്ഞ സീരീസിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ള. അറ്റ്ലീസ്റ്റ് ആദ്യത്തെ ഫസ്റ്റ് എപ്പിസോഡ് ഒരു കംപ്ലീറ്റ് ഒരു ഷോർട്ട് ഫിലിം പോലെ നിങ്ങൾക്ക് തോന്നാൻ സാധ്യത കൂടുതൽ തന്നെയാണ്. കാരണം അതിനൊരു സ്റ്റാർട്ടിംഗ് ഉണ്ട്, എൻഡിങ് ഉണ്ട്. അത് നമുക്ക് ആഗതയിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല അൺഫോർച്ചുനേറ്റ്ലി. കാരണം ഒരു ഒറ്റ എപ്പിസോഡ് വെച്ച് നമ്മൾ ആക്ച്വലി നോക്കുവാണെങ്കിൽ അത് അവർക്ക് സൂപ്പറായിട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഈ ഒരു സ്ക്രിപ്റ്റിന്റെ മികവ്. അതുകൂടാതെ തന്നെ അത് കിഡിലനായിട്ട് റൈറ്റ് ചെയ്തതിന്റെ മികവ് തന്നെ. ആൻഡ് ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ നേരത്തെ ആഗത സീരീസ് റിവ്യൂ ചെയ്ത സമയത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ ഒരു ബുക്കിന്റെ കവർ കണ്ട് നമുക്ക് ഒരിക്കലും ജഡ്ജ് ചെയ്യാൻ സാധിക്കില്ല. സോ അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി ഞാൻ എടുത്ത് പറയുന്ന ഒരു സംഭവം തന്നെയാണ്, 8 എപ്പിസോഡ് ഈ ഒരു സീരീസിനുണ്ട്. നമുക്കിപ്പോൾ ആ കൂടി ലഭിച്ചിട്ടുള്ള ഒന്നാമത്തെ എപ്പിസോഡാണ്. ആ ഒന്നാമത്തെ എപ്പിസോഡിന്റെ എൻ്റെ റിയാക്ഷനും ഫസ്റ്റ് ഇംപ്രഷനുമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. സോ ഇങ്ങനെയാണ് ഇവർ ബാക്കിയുള്ള എപ്പിസോഡും കൂടി കണ്ടിന്യൂ ചെയ്യാൻ പ്ലാനെങ്കിൽ ഇതൊരു കിഡിലൻ സീരീസ് ആകാനുള്ളൊരു കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല. കാരണം മാറ്റ് റീവ്സിന്റെ ആ ഒരു വിഷൻ, ആ ഒരു യൂണിവേഴ്സ്, ആ ഒരു ഗോതം സിറ്റി നമുക്കറിയാം കുറച്ചും കൂടി ഒരു റിയൽ ലൈഫ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു സീരീസും അത് കുറച്ചും കൂടി എക്സ്പ്ലോർ ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. കാരണം ഇനി ബാറ്റ്മാൻ 2 സിനിമ വരുമ്പോഴത്തേക്കും പെൻഗിൻ സീരീസ് എൻഡ് ചെയ്തതിൻ്റെ അവിടെ നിന്നായിരിക്കും അത് സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് നമുക്ക് മനസ്സിലാക്കാനും കഴിഞ്ഞിട്ടുള്ളത്. അപ്പം എനിക്കറിയാം നിങ്ങളൊക്കെ ചോദിക്കാൻ പോണ വലിയൊരു ക്വസ്റ്റ്യൻ, ഇതെല്ലാം ശരി, ബാറ്റ്മാനെ ഈ ഒരു സീരീസിൽ കാണാൻ സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനും ഇത് തന്നെ ആലോചിച്ചു. കാരണം ഇത്രയും വലിയ കുറേ ക്രൈംസും കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴത്തേക്കും ബാറ്റ്മാൻ എവിടെ പോയി, ബാറ്റ്മാൻ വല്ല വെക്കേഷനിലാണോ എന്നുള്ള കാര്യങ്ങളെല്ലാം ഞാനും പലപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്
മിക്കവാറും അല്ല ഭൂരിഭാഗം ബാറ്റ്മാനെ നമുക്ക് ഈ ഒരു സീരീസിൽ കാണാൻ സാധിക്കില്ല. പക്ഷെ ബാറ്റ്മാൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷെ ഗോതം സിറ്റി ബാറ്റ്മാൻ്റെ ക്യാരക്ടേഴ്സിനെയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒബ്വിയസ്ലി ആസ് ഒരു ഫാൻ ഊഹിച്ചു പോകുന്നൊരു കാര്യം തന്നെയാണ് എനിക്ക് ബാറ്റ്മാനെ കാണണമെന്ന്. സോ ഇതുവരെ നമുക്കുള്ള ഇൻഫോർമേഷൻസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് ബാറ്റ്മാൻ ഈ ഒരു സീരീസിനകത്ത് ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷേ 8 എപ്പിസോഡുണ്ട്. അതായത് ഇനി 7 എപ്പിസോഡും കൂടി ഇറങ്ങാനുണ്ട്. സോ 7 എപ്പിസോഡിൽ ചിലപ്പോൾ അവർക്ക് ഏത് എപ്പിസോഡിൽ വേണമെങ്കിലും ജസ്റ്റ് ഒരു കമ്മിയോ ആയിട്ട് കൊണ്ടുവരാവുന്നതേ ഉള്ളൂ. നമുക്ക് പ്രതീക്ഷിക്കാം. അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഉറപ്പൊന്നുമില്ല. ചിലപ്പോൾ കാണാൻ കഴിയും, ചിലപ്പോൾ കാണാൻ കഴിയില്ലായിരിക്കും. കാരണം അഗേദർ സീരീസിനകത്ത് ചിലപ്പോൾ നമുക്ക് വാൻ ഡേ കിട്ടുമെന്ന് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇതും നമുക്ക് ഊഹിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ബാറ്റ്മാൻ ഇല്ലെങ്കിലും ഈ ഒരു സീരീസ് ആദ്യത്തെ എപ്പിസോഡ് ആസ് ഒരു സീരീസ് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും അവർക്ക് ചെയ്യാൻ കഴിയുന്നുണ്ട്. സോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, ഈ ഒരു സീരീസിനകത്ത് നമുക്ക് ബാറ്റ്മാനെ കാണാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്നത് തന്നെയാണ്. സോ ഇതാണ് എൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ. ഞാനൊരു സോളിഡ് 8 ഔട്ട് ഓഫ് 10 ഞാൻ കൊടുക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗാങ്സ്റ്ററിൻ്റെ ആ ഒരു സീരീസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്, നിങ്ങൾക്ക് എന്താണെങ്കിലും കാണാൻ തന്നെയാണ്. പിന്നെ ഏതൊരു DC ഫാനും അറ്റ്ലീസ്റ്റ് ഫസ്റ്റ് എപ്പിസോഡ് നിങ്ങൾ ചെക്കൗട്ട് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളൊരു സംഭവം തന്നെ. സോ ഇതെല്ലാം തന്നെയാണ് ദ പെൻഗ്വിൻ സീരീസിനെ കുറിച്ച് എനിക്ക് നിങ്ങളായിട്ട് പങ്കുവയ്ക്കാനുള്ളൊരു കാര്യം തന്നെ. സോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യാൻ തന്നെയാണ്. ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾക്ക് എന്താണ് ഡിസ്ലൈക്ക് ചെയ്യാവുന്നത് തന്നെയാണ്. സോ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഗൈസ്. ആൻഡ് ഈ ആഴ്ചത്തെ മൂവി റെക്കമെൻഡേഷൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. നിങ്ങൾക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് തന്നെയായിരിക്കും. സോ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സ്റ്റേ സേഫ് ഗൈസ്, സ്റ്റേ സം സീ യു നെക്സ്റ്റ് എപ്പിസോഡ്.